സലോൺ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നു. കർത്താവിനെ ഈ നിലയിൽ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിൻ്റെതായ ആലോചനകൾ പ്രാപിപ്പാൻ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുക. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് സഭാജീവിതത്തിൽ സഭയുടെ ഐക്യം കാത്തു സൂക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. വാസ്തവത്തിൽ ഇത് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. സഭയിലെ എല്ലാ വിശ്വാസികളും പരസ്പരം ഐക്യതയുള്ളവരായിരിക്കണം, അവർ ഒരുമനപ്പെടണം, അവർ ഒന്നായിരിക്കണം. ഇത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അപ്പം അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് നമ്മളിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഞാൻ അതിനെക്കുറിച്ച് അല്പമായിട്ട് ഇന്ന് പറയാനായിട്ട് എടുത്തിരിക്കുന്ന ഭാഗം എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ അവിടെ നമുക്ക് കാണാം, നമുക്കറിയാം എഫേസ്യ ലേഖനം എന്നുള്ളത് വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് ഇത് ലേഖനങ്ങളുടെ റാണി എന്നാണ്. വളരെയധികം ക്രിസ്തു സഭയുടെ വളരെ ആഴമായ സത്യം, ക്രിസ്തു സഭ എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ശരീരം, ആ ശരീരത്തിൻ്റെ തലയാണ് ക്രിസ്തു. അപ്പോൾ അതിൻ്റെ വളർച്ച, അതിനെക്കുറിച്ച് വളരെ ഗഹനമായി പറഞ്ഞിരിക്കുന്ന ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. അതിലെ 1 മുതൽ 3 വരെയുള്ള അധ്യായം നമുക്കറിയാം. സഭ ഏറ്റവും ഔന്നത്യത്തിൽ സ്വർഗീയമായിരിക്കുന്ന സകല ആത്മീയ അനുഗ്രഹങ്ങളാലും സമ്പന്നമാക്കപ്പെട്ട് സ്വർഗീയ അവസ്ഥയിലായിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇതാണ്. അതിന് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പ്രായോഗിക ജീവിതത്തിൽ സഭ എങ്ങനെയായിരിക്കണം എന്നുള്ള ഉപദേശ വിഷയങ്ങളാണ്. അപ്പോൾ അതിൽ 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ സഭ ഐക്യത്തെ ഊന്നി പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിലൂടെ ചില കാര്യങ്ങൾ ഓർപ്പിക്കാമെന്ന് വിചാരിക്കുക. നമുക്കറിയാം അവിടെ ഇത് ഓർപ്പിക്കുന്ന പൗലോസ്ലീഹ തന്നെ അവിടെ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്ന കാര്യം, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്. അപ്പം താൻ കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്നു എന്ന് നമ്മളതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത് അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ ബദ്ധൻ ഇവിടെ പറയുന്നത് കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന, നോക്കണം, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്നു. അപ്പോൾ ഇവിടെ താൻ പറയുന്ന കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും വളരെ ഗഹനമാണ്. താൻ ആ കാര്യത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ കർത്താവുമായിട്ട് എത്രമാത്രം ബാന്ധവത്തിലാണ്, കർത്താവുമായിട്ട് എത്രമാത്രം ഒന്നായിരിക്കുന്നു. നമുക്കറിയാം കർത്താവിൻ്റെ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 6:17 വായിക്കുന്നത് അവിടെ അവനുമായുള്ള കൂട്ടായ്മയുള്ള അവനുമായി ഏക ആത്മാവാകുന്നു എന്നുള്ള ആ ഒരവസ്ഥ. കർത്താവുമായിട്ട് നമുക്ക് എപ്പോഴും ഒന്നായിരിക്കുന്നൊരനുഭവം. അപ്പം ഇത് വ്യക്തിപരമായി കർത്താവിനോടുള്ള ബന്ധത്തിൽ ഒന്നായിരിക്കുക മാത്രമല്ല, നമ്മൾ സഹോദരങ്ങളോടുള്ള ബന്ധത്തിലും നമ്മളെല്ലായ്പ്പോഴും ഒന്നായിരിക്കണം. ഇവിടെ പൗലോസ്ലീഹ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ ഐക്യത്തിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനം നമ്മൾ കാണുന്നു. അതിൻ്റെ 4-ാം അധ്യായം 1 മുതൽ 3 വരെ ഐക്യത്തിനായിട്ടുള്ള വിളിയ, അതിനുവേണ്ടി നൽകിയിരിക്കുന്ന കൃപകളാണ്. എന്നിട്ട് അതിൻ്റെ 4 മുതൽ 6 വരെയും ഐക്യത്തിനായിട്ടുള്ള ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുക. നാം എന്തുകൊണ്ട് ഇങ്ങനെ ഐക്യമുള്ളവരായിരിക്കണം, അവിടെ 7 കാര്യങ്ങളെക്കുറിച്ച് എടുത്ത് പ്രസ്താവിച്ചിരിക്കുക. എന്നിട്ട് അതിൻ്റെ 7 മുതൽ 12 വരെയും ഐക്യത്തിന് വേണ്ടിയുള്ള ദൈവിക ദാനങ്ങളെക്കുറിച്ചാണ്. വിവിധ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ, ദാനങ്ങൾ. എന്നിട്ട് അതിൻ്റെ 12 മുതൽ 16 വരെയും ഐക്യത്തിൻ്റെ ഫലം നമ്മൾ കാണുകയാണ്. അപ്പോൾ വളരെ നല്ല നിലയിൽ പൗലോസ്ലീഹ ഈ കാര്യങ്ങൾ ഇവിടെ വിസ്താരമായി പറഞ്ഞിരിക്കുക. ദൈവമക്കളെ, നമ്മൾ ഓരോ കാര്യങ്ങളും എത്ര ഗഹനമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന അളവിൽ നമുക്കൊരു ആത്മീയ ജീവിതം നയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ
അതുകൊണ്ട് ദൈവഹൃദയത്തിൽ സന്തോഷം ഉണ്ടായില്ല. അത് നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് നേട്ടം തരികയില്ല. അപ്പോൾ ഇവിടെ ദൈവദാസൻ ഓർപ്പിക്കുന്നത് അതിൻ്റെ 4-ന്റെ 1 വാക്യം, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി, നമുക്കറിയാം, നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി ഇത് സ്വർഗീയ വിളിയാണ്, ഇത് ഉന്നത വിളിയാണ്, ഇത് വിശുദ്ധ വിളിയാണ്. അപ്പോൾ ഈ വിളിയുടെ മഹാത്മ്യം മനസ്സിലാക്കി എന്നിട്ട് പറയുകയാണ് അതിൻ്റെ 2-ാം വാക്യം, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യവണ്ണം ജീവിക്കുവാൻ നമുക്ക് എന്ത് വേണം? പൂർണ്ണ വിനയമുണ്ടായിരിക്കണം. പൂർണ്ണമായ വിനയവും സൗമ്യതയും. കർത്താവ് തന്നെ മത്തായി 11:29 പറഞ്ഞല്ലോ, ഞാൻ താഴ്മയും സൗമ്യതയുമുള്ളവൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം പൂർണ്ണമായ വിനയം, പൂർണ്ണമായ സൗമ്യത, ഇത് നമുക്ക് ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് മാത്രമല്ല നമ്മുടെ ഐക്യത്തിന്റെ നിലനിൽപ്പിനും ആവശ്യമാണ്. ഇവിടെ 3 കാര്യങ്ങളാണ്. 1 പൂർണ്ണ വിനയവും സൗമ്യതയും, 2 ദീർഘക്ഷമ, 3 സ്നേഹം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കുവാനായിട്ട് കഴിയണം. നമുക്ക് എപ്പോഴും നമുക്കറിയാം, ഞാനെന്ന ഭാവം വരുമ്പോൾ എപ്പോഴും എവിടെയാണെങ്കിലും അവിടെ തകർച്ചകളാണ്. അപ്പോൾ ഇവിടെ പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും. അപ്പോൾ നമുക്ക് ആരോടും എന്തില്ല? ഒരു മത്സരമില്ല. നമ്മുടേതായിരിക്കുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമില്ല. ഇന്ന് നമ്മൾ സഭകളിലൊക്കെ കാണുന്നത്, സംഘടനകളൊക്കെ കാണുന്നത് മത്സരങ്ങളാണ്. ഒരുവനെ താഴ്ത്തി കെട്ടുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു മനോഭാവം പാടില്ല. നമ്മുടെ കർത്താവിനെ പോലെ നമുക്ക് താഴ്മ ധരിക്കുവാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി കാണുവാൻ, ആ ഒരു മനോഭാവം. അപ്പോൾ നമ്മൾ താഴ്മയുള്ളവരായിരിക്കുക, എളിമയുള്ളവരായിരിക്കുക, നമ്മുടേതായ അവകാശങ്ങൾക്ക് വേണ്ടി മത്സരിക്കാതിരിക്കുക. വളരെ ഗഹനമായ ഒരു കാര്യമാണ് പൗലോസ്ലീഹ ഓർപ്പിക്കുന്നത്. ദീർഘക്ഷമയുള്ളവരായിരിക്കുക. നമുക്ക് മറ്റുള്ളവരോട് അവരുടെ തെറ്റുകളെ, കുറവുകളെ നമുക്ക് ക്ഷമിക്കാൻ കഴിയുള്ളവരായിരിക്കുക. ക്ഷമിച്ചുകൊണ്ടേയിരിക്കുക. ക്ഷമിച്ച് നാം ദീർഘക്ഷമയുള്ളവരായി മാറണം. പലപ്പോഴും ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് സാധ്യമാകുന്ന കാര്യമല്ല. എന്നാൽ ദൈവം നമ്മളെ ക്രമാഗതമായിട്ട് വളർത്തുന്നു എന്നുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുത്തക്ക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് എതിരിടുന്ന, മത്സരിക്കുന്ന മനോഭാവമൊക്കെ നമ്മളിൽ കടന്നു വരാം. എന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കണമെന്നാണ്? നമുക്ക് ഐക്യത കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ദീർഘക്ഷമയുള്ളവരായിരിക്കണം. മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കുവാൻ കഴിയണം. കർത്താവ് നമ്മൾ പഠിപ്പിച്ചതുപോലെ അവിടെ തന്നെ നമ്മൾ അതേ 4:32 വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ തമ്മിൽ ദൈവം മനസ്സിലവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. അപ്പോൾ നമുക്ക് ക്ഷമിക്കുവാൻ എപ്പോഴും നമുക്കറിയാം, ക്ഷമിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ശരിയായ നിലയിൽ സന്തോഷിക്കാൻ കഴിയില്ല. മറ്റുള്ളവരോട് കയ്പും വിദ്വേഷവും ഒക്കെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ശരിയായ നിലയിലുള്ള ഒരു സന്തോഷം അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഐക്യത കാത്തു സൂക്ഷിക്കുവാനായിട്ടുള്ള ആദ്യ പടി എന്ന വണ്ണം നമുക്ക് എന്തുണ്ടായിരിക്കണം? പൂർണ്ണ വിനയവും സൗമ്യതയും. പൂർണ്ണ വിനയവും സൗമ്യതയും. എന്നിട്ട് ദീർഘക്ഷമ. എന്നിട്ട് പറയാണ് സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക. മറ്റുള്ളവരോട് നമുക്ക് വളരെ സ്നേഹത്തിൽ അവരുടെ തെറ്റുകളെ, കുറവുകളെ നമുക്ക് സഹിക്കുവാനായിട്ട് കഴിയുക, പൊറുക്കുവാനായിട്ട് കഴിയുക. അപ്പോൾ
എന്നിട്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഐക്യത്തിന് വേണ്ടിയുള്ള 7 ഘടകങ്ങളെ കുറിച്ച്. ഇവിടെ ഈ 7 ഘടകങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അവിടെ നമുക്ക് 4 വ്യക്തികളെ കാണാൻ പറ്റും. 4 വ്യക്തികളെ. അവിടെ 7 കാര്യങ്ങളുണ്ട്, എന്നാൽ അവിടെ 4 വ്യക്തികളുണ്ട്. നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെയൊക്കെ കഴിഞ്ഞകാല നിത്യതയിൽ ത്രിയേക ദൈവം മാത്രമായിരുന്നെങ്കിൽ വരുംകാല നിത്യതയിൽ 3 എന്നുള്ളിടത്ത് 4 പേര് നിത്യതയിൽ കാണും. എപ്പോഴും കർത്താവിനോട് കൂടെ ഒന്നായി ഒരുമിച്ചായിരിക്കും. അതാണ് നമുക്കിവിടെ എല്ലാം കാണാൻ കഴിയുന്ന ഒരു വലിയ ശ്രേഷ്ഠമായ വിഷയം. അതിനാണ് നമ്മൾ ഈ വചനങ്ങളെ ശരിയായിട്ട് അപഗ്രഥിക്കേണ്ടതിൻ്റെ ആവശ്യം. അപ്പൊ ഇവിടെ കാണുന്ന 4 വ്യക്തികൾ എന്നുള്ളത് ആരൊക്കെയാണ്? ഒന്ന് ശരീരം എന്ന് പറയാൻ സഭ. അപ്പോൾ 1 സഭ, 2 ആത്മാവ്, 3 കർത്താവ്, 4 പിതാവ്. എന്ന് പറഞ്ഞാൽ ത്രിയേക ദൈവവും സഭയും ഇനി വരുംകാല നിത്യതയിൽ ഒരുമിച്ചായിരിക്കും. ഇതൊരു വലിയ വിഷയമാണ്. അപ്പോൾ കർത്താവ് നമ്മളെ എത്രമാത്രം ഉന്നതമായ പദവിയിലേക്കാണ് വളർത്തുന്നത്, തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു നല്ല ബോധ്യം നമ്മളെ ഭരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഐക്യതയിൽ നമ്മൾ തികവുള്ളവരാകുവാൻ ഉത്സാഹിക്കണം. നമ്മൾ ഈ ഐക്യത ഇനി അവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് എത്ര നല്ലതാണ്. നമ്മൾ അതിൻ്റെ അപ്പോൾ 3-ാം വാക്യത്തിൽ പറഞ്ഞു, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ആത്മാവിൻ്റെ ഐക്യത. അപ്പൊ ഞാൻ ഇന്നലെ ഓർപ്പിച്ചല്ലോ, ആത്മാവിന് വെളിയിൽ ഐക്യതയില്ല. അപ്പോൾ ആത്മാവിലാണ് ഈ ഐക്യത. അപ്പം നമുക്കുണ്ടായിരിക്കേണ്ട ഈ ഐക്യതയുടെ അളവുകോൽ എന്ന് പറയുന്നത് ഒരു സാധാരണ അളവുകോലല്ല. അത് ത്രിയേക ദൈവത്തിലുള്ള ഐക്യതയാണ്. കർത്താവിന്റെ പ്രാർത്ഥന ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചില്ലേ? അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതെന്നാണ് കർത്താവ് പറഞ്ഞു. അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. അപ്പോൾ മറ്റേതെങ്കിലും നിലയിലുള്ളൊരു ഐക്യതയല്ല, ത്രിയേക ദൈവത്തിൽ ഉള്ള ഐക്യതയിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ചെലുത്തേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള പ്രബന്ധങ്ങളാണ് കർത്താവ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ 7 കാര്യങ്ങളെ കാണുമ്പോൾ അതിലേക്കാണ് നമ്മളെ കർത്താവ് കൊണ്ടുവരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നമ്മൾ വായിക്കുന്ന ഇവിടെ 4-ാം വാക്യം, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ. അപ്പോൾ വിളിക്കപ്പെട്ട സഭയിലുള്ള എല്ലാവർക്കും ഒരേ ഒരു പ്രത്യാശയാണ്. എന്താ പ്രത്യാശ? നമ്മുടെ കർത്താവ് വരും, നമ്മളെ ചേർക്കും. അപ്പോൾ കർത്താവ് നമ്മളെ രക്ഷിച്ചതിനുള്ള രക്ഷയുടെ സന്തോഷത്തിൽ ഓരോ ദിവസവും ഞാൻ കർത്താവ് വരുമെന്ന് ഉള്ള പ്രത്യാശയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മുടെ രക്ഷയിൽ തന്നെ നമുക്ക് ഈ പ്രത്യാശ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എത്ര വിലപ്പെട്ട കാര്യങ്ങളാണെന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല, ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ പ്രത്യാശയോടെ കാത്തിരിക്കുക. എന്താ ഈ പ്രത്യാശയുടെ മാഹാത്മ്യം? ഇന്ന് നമ്മൾ വസിക്കുന്ന ഈ ജഡം, ബലഹീനമായ ദ്രവത്വമുള്ള ഈ ജഡം, അദ്രവത്വമുള്ള ഒരു ബലഹീനതയും ഇല്ലാത്ത ഒരു അനുഭവത്തിലേക്ക് മാറാൻ പോകുകയാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ നാം എങ്ങനെയായിത്തീരും? നമ്മൾ 1 യോഹന്നാൻ 3-ന്റെ 2-3 വാക്യം വായിക്കുമ്പോൾ, അവൻ താൻ ആയിരിക്കുന്നത് പോലെ നാം കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. നോക്കണം, കർത്താവിനോട് നമ്മൾ സദൃശന്മാരാകും. അവിടുത്തെ തേജസ്സുള്ള ശരീരം നമുക്കും ലഭിക്കാൻ പോകുകയാണ്. അതുപോലുള്ളൊരു ശരീരം.
അപ്പോൾ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഈ പ്രത്യാശ ഭരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം അവർ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി വളരെ ആർത്തിയുള്ളവരായിരിക്കും. അതാണ് അതിൻ്റെ ഒരു ലക്ഷണം. അപ്പോൾ നമുക്ക് ഈ പ്രത്യാശ നമ്മളെ ഇന്ന് ഭരിക്കുന്നുണ്ടോ? ഓരോ വ്യക്തികളുടെയും ആത്മീയ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം കർത്താവിന് വേണ്ടിയുള്ള അവരുടെ വിശപ്പും ദാഹവും ഉത്സാഹവും നിത്യതയുടെ കാഴ്ചപ്പാട് ഈ പ്രത്യാശ ഒരു വ്യക്തിയെ ഭരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഓരോ ചലനങ്ങളിലും നമുക്കത് വ്യക്തമായിട്ടും കാണുവാൻ കഴിയും. അപ്പോൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട് ദൈവസഭയിലുള്ള ഓരോ വ്യക്തികൾക്കും ഏക പ്രത്യാശയാണ്. ആ പ്രത്യാശ അത് അനേക വിഷയങ്ങളല്ല, പിന്നെയോ കർത്താവിന്റെ വരവിൽ നാം കർത്താവിനെ പോലെ ആയിത്തീരും എന്നുള്ള പ്രത്യാശയാണ്. ഇതൊരു വിലപ്പെട്ട കാര്യമാണ്, ഏക പ്രത്യാശ. എന്നിട്ട് മുമ്പോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ശരീരം ഒന്ന്. പ്രിയമുള്ളവരെ, കർത്താവിന് ഒരേ ഒരു ശരീരമേ ഉള്ളൂ, സഭയെന്ന ഏക ശരീരം. അപ്പം ഈ ശരീരം ഇന്ന് എങ്ങനെയായിരിക്കണം? കർത്താവിന്റെ കർത്തൃത്വത്തിന് കീഴിലായിരിക്കണം, അല്ലെങ്കിൽ തലയായ്മയ്ക്ക് കീഴിലായിരിക്കണം, തലയുടെ ആലോചന പ്രകാരം ജീവിക്കുന്നവരായിരിക്കണം. ഇതെല്ലാ വിശുദ്ധന്മാരും ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നാം എല്ലാവരും ഏക ശരീരമാകുമാറും നമ്മളെല്ലാവരും ഒരു ശരീരത്തിന്റെ അവയവങ്ങളാക്കി നമ്മളെ മാറ്റിയിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ശരീരത്തിലെ ഒരവയവം മറ്റൊരവയവവുമായിട്ട് ഒരിക്കലും അവര് കലഹമുണ്ടാക്കുന്നില്ല, ഓർവിളിയില്ല. ഇതൊക്കെ നമുക്ക് ലളിതമായി മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ? എത്ര നല്ല ഒരു ചിത്രമാണ് ഇവിടെ ദൈവത്തിന്റെ വചനം, ഏത് പോഷനും മനസ്സിലാകത്തക്ക നിലയിൽ. അപ്പോൾ യഥാർത്ഥ രക്ഷിക്കപ്പെട്ട് ദൈവസഭയിലായിരിക്കുന്നവർക്ക് ഓർവിളിയില്ല, അല്ലെങ്കിൽ പരസ്പരം അവർക്ക് വൈരാഗ്യമോ പിണക്കമോ എതിർപ്പോ അങ്ങനെയുള്ളൊരു കാര്യമില്ല. കാരണം ഒരു ശരീരത്തിലെ അവയവങ്ങളാണ്. ശരീരം ഒന്ന്, ഒരു ശരീരത്തിൽ വിവിധമായ അവയവങ്ങളുണ്ട്. എന്നാൽ ആ എല്ലാ അവയവങ്ങളും ഒരവയവവും മറ്റൊരവയവുമായിട്ട് അവരെല്ലാവരും യോജിക്കപ്പെട്ടിരിക്കുകയാണ്. അവരെല്ലാവരും ഒന്നാണ്, അവരുടെ എല്ലാവരുടെയും ചിന്താഗതി ഒന്നാണ്, അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്. പ്രിയമുള്ളവരെ, അവരെല്ലാവരും ഏക മനസ്സുള്ളവരാണ്. അവരെല്ലാവരും ക്രിസ്തു എന്ന തലയായ്മയ്ക്ക് കീഴിൽ ആ തലയെ അനുസരിച്ചു പോകുന്നവരാണ്. ശരീരം ഒന്ന്. പ്രത്യേകം മനസ്സിലാക്കുക, ക്രിസ്തുവിന്റെ സഭയാം ശരീരം അത് ഒന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ അനേക മതത്തെയും സംഘടനയൊക്കെ കാണുന്നുണ്ട്. ഇതൊന്നുമല്ല ക്രിസ്തുവിന്റെ ശരീരം. യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരെയാണ് കർത്താവ് സഭയോട് ചേർക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ സഭ, ആ സഭയിലെ ഓരോ അംഗങ്ങളും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളാണ്. അങ്ങനെ മാറ്റപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നമുക്ക് മറ്റ് കൂട്ട സഹോദരങ്ങളുമായിട്ട് ഒരു യഥാർത്ഥമായ ആത്മീയ ബന്ധമുണ്ടായിരിക്കും. പല ആത്മീയ സഹോദരങ്ങളോട് സംസാരിക്കുമ്പോഴും ആത്മാവിന്റെ നല്ല ഒഴുക്കാണ്. കാരണം അവരിൽ ആത്മാവുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഭയങ്കര സന്തോഷമായിരിക്കും. എന്നാൽ രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണെന്നൊക്കെ പറയെങ്കിലും ചിലരോട് സംസാരിക്കുമ്പോൾ ആത്മീയമായിട്ട് നമുക്കൊരു യാതൊരു ഒഴുക്കമുണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാകുന്നില്ല. കാരണം അവിടെ ആത്മാവ് അതേതോ മറ്റൊരാത്മാവ്, ആ മറ്റൊരാത്മാവായതുകൊണ്ട് അതിനോട് നമുക്ക് സമ്പാദിക്കുവാനായിട്ട് കഴിയുന്നില്ല. അതിൽ തടസ്സങ്ങൾ നേരിടും. അതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവമാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ശരീരം ഒന്ന്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്. അപ്പോൾ നമ്മളിലെല്ലാം വ്യാപരിക്കുന്ന ഒരേ ആത്മാവ്, കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവ്.
കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്ത ആ പരിശുദ്ധാത്മാവാണ് നമ്മളിൽ എല്ലാവരിലും വ്യാപരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിൽ എല്ലാവരിലും പ്രവർത്തിക്കുന്ന ഒരേ ആത്മാവായിരിക്കുമ്പോൾ നമ്മൾ ആത്മാവിന്റെ ഐക്യത കാത്തുസൂക്ഷിക്കുന്നതിൽ എത്രമാത്രം നമ്മൾ പരിശ്രമിക്കണം. കാരണം നമ്മളെ എല്ലാവരെയും നയിക്കുന്ന, നമുക്ക് ഉപദേശിച്ചു തരുന്ന ആ ആത്മാവ് ഒന്നാണ്. നമ്മൾ യോഹന്നാൻ 16:13 വായിക്കുന്നു, ഈ ആത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ നമുക്ക് ഈ ആത്മാവിനെ അനുസരിക്കുവാൻ ഒരു വലിയ കടപ്പാടുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ ഐക്യതയ്ക്ക് വേണ്ടി ഏക ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്ന വലിയ പ്രവൃത്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ആത്മാവും നമ്മുടെ ഐക്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അപ്പോൾ ആത്മാവ് ഒന്ന്, നമ്മളിൽ എല്ലാവരിലും പ്രവർത്തിക്കുന്ന ആത്മാവ് ഒന്ന്. എന്നിട്ട് വീട്ടു വായിക്കുന്നത് എന്തുവാ? കർത്താവ് ഒരുവൻ. അപ്പോൾ നമുക്കെല്ലാവർക്കും കർത്താവ് ഒരുവൻ എന്ന് വെച്ചാൽ കർത്താവാണ് ഈ സഭയുടെ തല. ഈ തലയായ്മയ്ക്ക് കീഴിലായിരിക്കുന്ന ആ വ്യക്തിക്ക് എല്ലാവർക്കും കിട്ടുന്ന ഉപദേശം കർത്താവിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് യഥാർത്ഥമായും കർത്താവായ യേശുക്രിസ്തു എന്റെ കർത്താവ് തന്നെയാണോ? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പൗലോസും ശീലാസും കൂടി ആ സുബേദാറിനോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ യേശുവിനെ കർത്താവായി കൈക്കൊണ്ട് വെറും രക്ഷകനായി മാത്രമല്ല, അവിടത്തേക്ക് കർത്തൃത്വം കൊടുത്ത് ജീവിക്കുന്ന അനുഭവമാണ് സഭാജീവിതം. അപ്പോൾ കർത്താവ് ഒരുവൻ, നമുക്കെല്ലാവർക്കും ഒരേ ഒരു കർത്താവാണ്. ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് അനുഭവമാക്കാൻ കഴിയുന്നുണ്ടോ? അവിടുത്തെ കർത്തൃത്വമാണോ ഇന്ന് നമ്മളിൽ നടക്കുന്നത്? ഈ ഒരു സത്യവും നമ്മളിവിടെ അനുഭവിച്ചറിയേണ്ടത് വലിയ അത്യാവശ്യമുള്ള കാര്യമാണ്. കർത്താവ് ഒരുവൻ. എന്നിട്ട് വീട്ടു പറയാണ് വിശ്വാസമൊന്ന്. നമ്മളെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലുള്ള വിശ്വാസത്താലാണ് നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടത്. നാം ഇന്ന് വിശ്വാസ യാത്രയിലാണ്. നാം കണ്ടുകൊണ്ടല്ല, വിശ്വാസത്താൽ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്കുള്ള ഒരേ ഒരു വിശ്വാസം ഇന്ന് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇതാണോ ഇന്ന് നമ്മുടെ അനുഭവം എന്നാണോ പഠിക്കേണ്ടത്? ഇവിടെ നമുക്ക് ഈ സമയത്ത് ഗലാത്യയിലെ 2-ാം അധ്യായം 20-ാം വാക്യത്തെ പൗലോസിന്റെ ഒരു സാക്ഷ്യം ഞാൻ വായിക്കാം. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രയിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അതാ വിശ്വാസം, ഏക വിശ്വാസം. ഇന്ന് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള ഒരു യഥാർത്ഥ വിശ്വാസം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അങ്ങനെ രക്ഷിക്കപ്പെട്ട നാം ഇന്ന് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി ജീവിക്കുന്നതാണ് യഥാർത്ഥമായ സഭാജീവിതം, യഥാർത്ഥ വിശ്വാസ ജീവിതം. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നു വിശ്വാസമൊന്ന്, ഇനിയും പറയാണ് സ്നാനമൊന്ന്. നമുക്കെല്ലാവർക്കും ലഭിച്ചത് ഒരു സ്നാനമല്ലേ? കാരണം ആ സ്നാനത്താലാണ് നാം ക്രിസ്തുവിന്റെ ശരീരമായ സഭയോട് ചേർത്ത് പണിയപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായം 13-ാം വാക്യം, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. എല്ലാവരും ഒരേ ആത്മാവിൽ സ്നാനമേറ്റു. നമുക്കെല്ലാവർക്കും ലഭിച്ചത് ഒരേ സ്നാനമാണ്, ആത്മസ്നാനം. ഈ ആത്മസ്നാനത്താലാണ് നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമായി ചേർക്കപ്പെട്ടത്. അതിന്റെ എന്താണ്? അതിലോട്ട് ചേർക്കപ്പെട്ടു ആത്മസ്നാനത്താൽ. നോക്കുക, ഇനി അതിന് മാറ്റമൊന്നുമില്ല. കർത്താവ് നമ്മളെ ആത്മാവിനാൽ ഒന്നിച്ച് പണിയുക. ആ കാര്യം നമ്മൾ എഫേസ്യ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 2-ാം അധ്യായം 20
2-ാം വാക്യം, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. അപ്പോൾ ശരീരമൊന്ന്, ആത്മാവൊന്ന്, ഇവിടെ കർത്താവ് ഒരുവൻ. ഇനിയും നമ്മൾ വായിക്കുന്നത് പിന്നെ എല്ലാവർക്കും മീതെ ഉള്ളവനും, ഇവിടെ സ്നാനം നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പോൾ എല്ലാവരിലും കൂടി വ്യാപരിക്കുന്ന, എല്ലാവരിലും ഇരിക്കുന്ന പിതാവ് ഒരുവൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ഐക്യത്തിന് വേണ്ടി, സഭാജീവിതത്തിൽ നമ്മുടെ ഏകതയ്ക്ക് വേണ്ടി, ഒരുമനപ്പെടുവാൻ വേണ്ടി, ഒന്നായിരിക്കുവാൻ വേണ്ടി ത്രിയേക ദൈവം നമ്മൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ എത്ര വിശദമായ ഒരു ചിത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതൊരു വലിയ കാര്യമല്ലേ ദൈവമക്കളെ? ഇത് വളരെ വിലപ്പെട്ട കാര്യമാണ്. ഇനിയും ഞാൻ അത്യാവശ്യം ചില കാര്യങ്ങളോട് പറഞ്ഞിട്ട്, ഇതൊക്കെ എല്ലാം ഓരോ വാക്യങ്ങളെടുത്ത് വിശദീകരിക്കാനുള്ള നമുക്ക് സമയമില്ല. അതിനകത്ത് നമ്മളിപ്പോൾ ഐക്യത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നതിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇനി ഈ ഐക്യതയ്ക്ക് വേണ്ടിയിട്ട് ദൈവം എന്ത് ചെയ്തിരിക്കുന്നതാണ്, അവിടെ ചില കൃപാദാനങ്ങളെ കൊടുത്തിരിക്കുന്നു. അവിടെ നമുക്ക് ഐക്യത്തിനായിട്ടുള്ള ദാനങ്ങൾ, അതിന്റെ 12-ാം വാക്യമാണ്, 11-ാം വാക്യം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അനേക ശുശ്രൂഷകൾ ഇത് എന്തിനു വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നതെന്നാ അതിന്റെ 12-ാം വാക്യം. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളും എന്ന് പറഞ്ഞാൽ നമ്മൾ ഐക്യതയുള്ളവരായി ക്രിസ്തുവിന്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കണം. നോക്കണം, ദൈവം ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്, ഈ ശുശ്രൂഷകളെല്ലാം സഭയിൽ നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഐക്യതയിൽ തികവുള്ളവരായി വളരുവാൻ. എന്നിട്ട് അതിന്റെ ഫലം എന്തായിരിക്കണം എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിനിടയ്ക്ക് അങ്ങനെ അല്ലാതെ വരുന്ന ഒരവസ്ഥയെക്കുറിച്ചൊക്കെ 14-ാം വാക്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ നാം ഇനിയും മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുള്ളുന്ന ശിശുക്കളായിരിക്കാതെ, നമ്മൾ ശിശുക്കളായിരിക്കാൻ പാടില്ല. നമ്മുടെ ഈ കാര്യത്തിൽ ശരിയായ വളർച്ചയുള്ളവരായിരിക്കണം. നമ്മൾ നേരത്തെ കൊരിന്ത്യ ലേഖനത്തിലുള്ളവരെ കുറിച്ചും ദാസൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾക്ക് കട്ടിയായുള്ള ആഹാരം തരാൻ കഴിഞ്ഞില്ല, നിങ്ങളിപ്പോഴും ശിശുക്കളാണ്. അങ്ങനെയുള്ളവരെ നമുക്ക് ഒരിക്കലും അവരെ ദൈവത്തിന് പ്രയോജനപ്പെടുന്നവരാക്കി മാറ്റാൻ പോലും പ്രയാസമാണ്. നമ്മൾ ചിന്തിക്കണം, അങ്ങനെയുള്ളവര് തെറ്റിപ്പോകാം. അതല്ലേ പറഞ്ഞിരിക്കുന്നേ, ഏതെങ്കിലും ഒരു കാറ്റ് വന്നാൽ അപ്പോൾ അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളാൽ കുടിയുങ്ങി പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊള്ളുന്ന ശിശുക്കളായിരിക്കരുത്. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറിപ്പോവും, അങ്ങോട്ട് തിരിഞ്ഞു പോവും. അങ്ങനെ നമുക്ക് സത്യത്തിൽ നിൽക്കാൻ കഴിയാത്തൊരനുഭവം എത്ര ദുഃഖകരമായൊരവസ്ഥയാണ്. നമ്മൾ എങ്ങനെയായിരിക്കണം? അതിന്റെ 15-ാം വാക്യം, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ഉണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് വളർച്ച പ്രാപിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് ഊന്നി പറയുന്നത് എന്തുവാണ്? ഐക്യത. ഐക്യത. ഭിന്നിച്ചിരുന്നാൽ നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഈ കൈ ഈ ശരീരത്തിനല്ലെങ്കിൽ ഈ കൈ ബലപ്പെടുമോ? അല്ല, ഈ കൈ ഈ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അത് മാറിക്കഴിഞ്ഞാൽ അത് ഉപയോഗശൂന്യമായി മാറും. അതിനെ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റിയല്ല.
അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ 16-ാം വാക്യം കൂടെ ഞാൻ വായിക്കാം. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന് അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്നും വളർച്ച പ്രാപിക്കുന്നു. അപ്പോൾ ഓരോ സന്ധികളും ഇങ്ങനെ ഐക്യത്തിൽ നിന്നാൽ, ഒന്നായി ചേർന്നിരുന്നാൽ അവർക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരവസ്ഥയിൽ അവർക്ക് വളർച്ച പ്രാപിക്കാൻ കഴിയും. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ കഴിയും. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയും. ദൈവമക്കളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൽ നമ്മൾ ആയിത്തീർന്നിരിക്കുന്നെങ്കിൽ കർത്താവ് അല്ലെങ്കിൽ ത്രിയേക ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഐക്യത എന്നുള്ളത്. നമ്മുടെ ഐക്യത അത് നമ്മൾ കാത്ത് സൂക്ഷിക്കണം. ഐക്യത നഷ്ടപ്പെടുത്തരുത്. അതിനുവേണ്ടി വില കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. ത്രിയേക ദൈവം അതിനുവേണ്ടിയാണ് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയിൽ ആയിത്തീർന്ന, ശരീരത്തിന്റെ ഒരു അവയവമായിത്തീർന്ന എല്ലാ ദൈവമക്കളിലും ത്രിയേക ദൈവം ഈ ഐക്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. എന്നാൽ ശത്രു ചതിയാൽ നമ്മളെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും രീതിയിൽ സ്വരച്ചേർച്ചയില്ലാതെ ഒരുമനപ്പെടാതിരിക്കാൻ തക്കവണ്ണം അനേക നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ, തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ ഇതൊക്കെ ഇട്ട് നമ്മളെ ഓരോ സഹോദരങ്ങളിൽ നിന്നും അകറ്റുവാൻ ശ്രമിക്കും. എന്നാൽ നമുക്ക് ഇവിടെ തിരുവരുത്തി പറയുന്നത് പോലെ തന്നെ നമുക്കത് വളരെ സൗമ്യതയുടെ ആത്മാവിൽ, സ്നേഹത്തിൽ, ദീർഘക്ഷമയിൽ അതിനെയെല്ലാം തരണം ചെയ്ത് ഐക്യത കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിയണം. എത്ര വിലപ്പെട്ട കാര്യമാണ്. ഈ ഐക്യതയുടെ കാര്യത്തിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം ദൈവമക്കളെ. ഇന്ന് അനേക സഭകളും ഐക്യതയില്ലാത്തതുകൊണ്ട് സഭാ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ എല്ലാം പെട്ടെന്ന് ശൂന്യമാവും. എന്താ കാര്യം എന്നറിയോ? ആർക്കും ഒരുവനെ മറ്റൊരുവനെ കാണാനോ അവരോട് ഇടപെടാനോ സംസാരിച്ചുകൊണ്ടിരിക്കാനോ അവർക്ക് സമയമില്ല, ഐക്യതയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഐക്യത ഉണ്ടെങ്കിലോ മീറ്റിംഗ് കഴിഞ്ഞാലും മണിക്കൂറുകൾ കഴിഞ്ഞാലും അവരവിടെ കാണും. കാരണം അവർക്ക് പരസ്പരം പിരിയാനായിട്ട് തോന്നുന്നില്ല, പലതും പങ്കുവയ്ക്കാനുണ്ട്. എത്ര ശ്രേഷ്ഠമല്ലേ! ഞാൻ ചിന്തിക്കുകയായിരുന്നു, 10-40 വർഷം മുൻപ് ഞാൻ പല കൂട്ടായ്മകളിലും അങ്ങനെയുള്ള ശ്രേഷ്ഠമായ അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നുള്ള കൂട്ടായ്മകളിൽ സാമാന്യ രീതിയിൽ പറഞ്ഞാൽ മീറ്റിംഗ് അവസാനിച്ച് ആശീർവാദം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനകം അതെല്ലാം കാലിയാവും, ആരെയും കാണാൻ കഴിയില്ല. മറ്റത് മണിക്കൂറുകൾ കഴിഞ്ഞാലും ആൾക്കാരവിടെ ഉണ്ടാവും. എത്ര വ്യത്യാസമാണ്! ഇതിന് എന്ത് സംഭവിച്ചു? നമുക്കറിയാം, വളരെ പാപം പെരുകുന്നു, സ്നേഹം തണുക്കുന്നു, ഐക്യത നഷ്ടപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ഐക്യതയ്ക്ക് വിഘ്നം വരാതെ സൂക്ഷിക്കണം. ഒരു നല്ല ജയാളിയായി, കർത്താവിൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുന്നവരായി, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തലമുറയിൽ ജീവിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഈ കേൾവിക്കാരായ നിങ്ങളെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഞാനിവിടെ നിർത്തുന്നു. കർത്താവിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ആമേൻ.